ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഒത്തിരി സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചൂടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഞാൻ ഇന്ന് ഇവർക്ക് ടിഫിൻ കൊടുക്കാനായിട്ട് ഈ മട്ടറും ബീൻസും ക്യാരറ്റൊക്കെ ഇട്ട് ഒരു പുലാവ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് അങ്ങനെ കൊടുക്കാനായിരുന്നു. അത് ഞാൻ എൻ്റെ ഗ്രഹപ്പഴയ്ക്ക് പ്രൈസമ്മോൻ അത് ഇഷ്ടമാണ്. പോളിനോട് ചോദിച്ചാൽ പോൾ പറഞ്ഞു വേണ്ട എനിക്കത് വേണ്ട, എനിക്ക് റൈസ് വേണ്ട, എനിക്ക് പിന്നെ ബ്രെഡും പീനട്ടും മതിയെന്ന്. അപ്പം കൊച്ചു പറഞ്ഞു മമ്മി എനിക്കത് പിന്നെ റൈസ് മതി, പീനട്ട് വേണ്ടത്. പിന്നെ 2 പേർക്ക് 2 ഇതുണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു മക്കൾ ഇന്ന് എന്തായാലും പീനട്ടും ഇതും കൊണ്ടുപോകും, നാളെ മമ്മി മക്കൾക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ പോളിനോട് പറയുകയും ചെയ്തു. പോളാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തില്ല, പിന്നെ തിരിച്ചു വരുന്ന ഉടനെ ഒരു 6:30-7 നമ്മുടെ ചിന്ത എന്തോ അമ്മമാരുടെ മക്കൾ ഇച്ചിരി ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും അല്ല, ആഴ്ച 1-2 ദിവസം റൈസായിട്ടൊക്കെ കൊടുക്കാമെന്ന് ചിന്തിച്ച്. അപ്പോൾ അവരിങ്ങനെ അവർക്ക് കൈ കഴുകാൻ പോകാൻ വയ്യായിരിക്കും, കൂട്ടുകാരുമായിട്ട് അത്രയും സമയം കൂടെ ഇരുന്ന് സംസാരിക്കാനോ ടൈം പാസ് ചെയ്യാനോ ആയിരിക്കാം. അപ്പോൾ ഞാൻ അവർക്ക് പീനട്ട് ബട്ടറും ബ്രെഡും ഉണ്ടാക്കി. പിന്നെ ഇവിടെ ഉള്ളവർക്ക് ഇനിയും അതാ പച്ചക്കറികളെല്ലാം ഞാൻ എടുത്ത് വെച്ചിരുന്നു. ഇന്നലെ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒന്നീ തലേന്ന് അരിഞ്ഞു വെക്കും, അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ഒതുക്കി വെക്കും, രാവിലെ വന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാമല്ലേ. അപ്പം പിന്നെ ഇച്ചിരി ലാപ്സി ഇരിപ്പുണ്ടായിരുന്നു, റേച്ചാൻ ഇഷ്ടമാണല്ലോ ലാപ്സി. അപ്പോൾ ഇവരാരും കഴിക്കത്തില്ലല്ലേ, അപ്പം എന്നാൽ ഇച്ചിരി ലാപ്സി അങ്ങ് ഉണ്ടാക്കാമെന്ന് വെച്ച്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ലാപ്സിയും നല്ലതാണ്. കുക്കറി അല്ലാതെ നമ്മൾ ഇത്രയും ഇങ്ങനെയൊക്കെ വറുത്തിട്ട് പിന്നെ ലാപ്സി കഴുകി ഇതിൻ്റെ അകത്തിട്ടിട്ട് കുറച്ച് വെള്ളം തളിച്ച് അത് ഒത്തിരിയും സമയം എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ അത് ഒത്തിരിയും കൂടെ നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുമ്പം അങ്ങനെ രണ്ടും നല്ലതാണ്. എന്നാലും ഞാൻ പ്രൈസമ്മോനെ റീച്ചാനിപ്പോൾ കൊണ്ടുപോയി. പോളിന് ഞാൻ ഇച്ചിരിയും കൂടെ കഴിഞ്ഞിട്ട് എണ്ണിപ്പിച്ച് ഒരു 7 മണി ആകാറാകുമ്പം അവന് കുടിക്കാനുള്ളത് കൂടെ കൊടുത്ത് എണ്ണിപ്പിക്കും അവനെ. അവന് ചില ദിവസം 10 മണിക്കാണെങ്കിലും റേച്ചാനിപ്പോൾ രാവിലെ ജോലി ഉണ്ടെങ്കിൽ റേച്ചാൻ രാവിലെ പോവുകയാണെങ്കിൽ പപ്പാട് കൂടെ അങ്ങ് നേരത്തെ അങ്ങ് പോവും. ഇവരെയാണെങ്കിൽ എൻ്റെ കൂട്ട് ഭയങ്കരമായിട്ട് വിയർക്കും. അപ്പോൾ ഈ രാവിലെ ഇങ്ങനെ അലച്ച് വണ്ടിയിലൊക്കെ കയറി അങ്ങനെ ചെല്ലുമ്പോൾ ഒരു പരുവാവും. ഡിസ്റ്റൻസ് ബൈക്കിൽ പോകുന്ന കുറവാണേലും ഇവനങ്ങനെ ഇത്തിരി ഇതാവണ്ടെന്നും പറഞ്ഞാണ് പപ്പാടെ കൂടെ അങ്ങ് ബൈക്കിൽ പോകുന്നത്. വൈകിട്ട് തിരിച്ചു വരുമ്പം അവൻ്റെ ഡ്രസ്സ് കണ്ടാൽ നമുക്ക് പിഴിയാം, അതേ രീതിയിലാണ് ഇത്. ഞാൻ അന്നേരം പറയും എടാ ഞാൻ വീട്ടിൽ നിൽക്കുക, പക്ഷേ ഞാനൊക്കെ ഈ പ്രായത്തിലൊക്കെ എനിക്ക് ഇപ്പോഴാണ് ഇത്രയും എനിക്ക് വിയർപ്പ് വന്നത്, ഈ ഒരു 3-4 വർഷം കൊണ്ട്. അതിന് മുമ്പിട്ട് എനിക്കിങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇത്രയും വിയർപ്പൊന്നും ഇല്ലായിരുന്നു. അന്നേരം എനിക്കിന്ന് പെട്ടെന്ന് ജോലികൾ ചെയ്തിട്ട് ചിക്കൻ്റെ അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ വിളിച്ചു പറഞ്ഞത്, ചേച്ചി 10 ദിവസത്തിനകം കിട്ടുമോ, അർജൻറ്റാണ്, 1 കിലോ ചിക്കൻ അച്ചാർ വേണം. അപ്പം ഞാൻ അതിൻ്റെ തയ്യാറിയും കൂടെ ചെയ്യണം. ഇന്നലത്തെ ഇച്ചിരി മീൻകറി ഉണ്ടായിരുന്നു, അതൊക്കെ ഞാനൊന്ന് തിളപ്പിച്ച് വെച്ച്. പിന്നെ ചിന്തിച്ച് ഇനി പിന്നെ പച്ചക്കറിയൊന്നും അരിയാൻ സമയമില്ലല്ലോ, അതുകൊണ്ട് ചെറുപയറങ്ങ് തോരൻ വെക്കാമെന്ന് വെച്ച്. കാരണം ഇന്നലെ രാത്രി എനിക്ക് ഫോൺ ചെയ്താൽ പറഞ്ഞത്, അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ ആകുമ്പം നമ്മൾ ഫോൺ ചെയ്ത് പറയുവാണെങ്കിൽ അവർ വീട്ടിലിങ്ങ് കൊണ്ടുതരും, ആ ഒരു സഹായമുണ്ട്. അന്നേരം എൻ്റെ ചിന്ത എൻ്റെ കയ്യിൽ വിനാഗിരി ഉണ്ടെന്നായിരുന്നു. ഒരു ബോട്ടിലിരിക്കുന്നത് ഞാൻ കണ്ട്, പക്ഷേ ആ ബോട്ടിലിനകത്ത് ഉള്ളായിരുന്നു. അപ്പം വിനാഗിരി ഇല്ലായിരുന്നു. പിന്നെ റേച്ചാൻ രാവിലെ പോളിനോട് പറഞ്ഞ് നീ തന്നെ ഇന്ന് കോളേജിൽ എനിക്ക് പിന്നെ ഡിമാർട്ടിൽ പോയി എനിക്ക് സാധനം കൊണ്ടുതരണം. അപ്പം ഡിമാർട്ടിൽ നിന്ന് വന്ന വഴിക്ക് ആപ്പിൾ വാങ്ങിച്ചുകൊണ്ട്, എനിക്ക് ഇങ്ങനെയുള്ള ആപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്, നല്ല മണമായതിന്. ഇത് ഒത്തിരി പൊടിയുള്ളതല്ല, നല്ല മധുരവുമാണ്, വിലയാണ് ഇച്ചിരി, പക്ഷേ സാധനം നല്ല അകമൊന്നും ഒട്ടും ബ്രൗൺ കളർ കാണത്തില്ല. ചില ആപ്പിളുണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അകം മൊത്തവും ബ്രൗൺ ആയിരിക്കും. അപ്പോൾ ഞാനത് ഇച്ചിരി വിനാഗിരി ഉപ്പുമൊക്കെ ഇട്ടൊന്ന് കഴുകിയിട്ടതൊന്ന് വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം കുടിക്കാനൊക്കെ വെള്ളം ഞാൻ ക്യാനിലെല്ലാം ഒഴിച്ചു, ഇനി കുടിക്കാൻ വെള്ളം വെച്ചു, കഞ്ഞിക്കും വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചപ്പാത്തിക്കൊക്കെ കഴിക്കണമെങ്കിൽ വേണമെന്ന് പറഞ്ഞ് ഇത്തിരി ഉരുളൻകിഴങ്ങ് തോരനും വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ചിക്കൻ ഇങ്ങനെ ബോൺലെസ് കൊണ്ടുവരത്തേ ഉള്ളൂ. അവരുടെ അടുത്ത് ഞാൻ പറയും ഒരു പ്രാവശ്യം അവരെയും കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചോണം, നമുക്ക് ശരിയായില്ല, അതുകൊണ്ട് ഞാൻ തന്നെ കട്ട് ചെയ്തേലേ എനിക്കൊക്കത്തുള്ളൂ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി ചിക്കൻ കട്ടുകൂടെ ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഈ ജോലികളും ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് അതുകൂടെ ചെയ്യുന്നുണ്ട്. അന്നേരം ഞാൻ ഇന്നലെ കപ്പയുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ കപ്പയുടെ കാര്യം പറഞ്ഞോണ്ടേ
ജയശ്രീ ഒരു കമൻ്റ് ഇട്ട്, ജയശ്രീയും സൺഡേ വാങ്ങിച്ച കപ്പ സെയിം ഇതുപോലുള്ളതായിരുന്നു. 4 വിസിൽ കുക്കറിലടിച്ച് പിന്നെ ഞാൻ ചെയ്തതുപോലെ ഇടിക്കല്ലും കൊണ്ട് ഇടിക്കുമായിരുന്നു ജയശ്രീ. അതുപോലെ ഞാൻ തമ്മിലിൽ ഞാൻ ചോദിച്ചില്ലേ പോൾ മോനോട് ഞാൻ ചെയ്യുന്ന കാര്യം, അതിനെപ്പറ്റി ഗീതേച്ചി മാത്രമേ കമൻ്റ് ഇട്ടുള്ളൂ. ആരും അതിന് റിപ്ലൈ തന്നില്ല എനിക്ക്, ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ചിലപ്പോൾ ഞാൻ പറഞ്ഞത് ആരും കേട്ട് കാണത്തില്ല, സ്കിപ്പ് അടിച്ച് പോയി കാണും. ഞാൻ സ്റ്റാർട്ടിങ്ങിലല്ല അത് പറഞ്ഞത്, ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കുമ്പോഴാണ് ഈ പറയുന്നത്. അതുപോലെ പ്രസന്ന ഇന്നലെ പറയുമായിരുന്നു, പ്രസന്നയ്ക്കും കപ്പ ഉണ്ടെങ്കിൽ കൂട്ടാനില്ലാതെ തന്നെ കപ്പ കഴിക്കുമെന്ന്. എല്ലാവരും എന്നോട് പറഞ്ഞ് കപ്പക്കൊതിച്ചിയുടെ സന്തോഷം കണ്ടോ, എന്തോ ചെയ്താൽ മിക്ക ആൾക്കാർക്കും കൊതിയാണ് കപ്പ ചക്ക. നമ്മളുടെ കേരളീയർക്ക് മറക്കാനാകാത്ത ഒരു സംഭവമാണ്. 24 തീയതി മുതൽ പ്രൈസമോൻ എക്സാം നടക്കുക. അപ്പം വെള്ളിയാഴ്ച എന്താ രക്ഷാബന്ധനാണോ എന്തോ ഉണ്ട്. അപ്പോൾ അന്ന് അവധി ആയതുകൊണ്ട് സാറ്റർഡേ ദിവസം പിള്ളേർക്ക് എക്സാം വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പേരൻസ് ഗ്രൂപ്പിൽ അതിനെ കംപ്ലൈൻ്റ് ഇട്ടു. കാരണം അവരുടെയൊക്കെ ഫെസ്റ്റിവലാണ് രക്ഷാബന്ധം. അതന്നേരം പിള്ളേരൊക്കെ പഠിക്കാനും പറ്റത്തില്ല, പിറ്റേ ദിവസം എക്സാമിനൂടെ പോവുകയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ കംപ്ലൈൻറ്റ്. സാർമാർ പറ നേരത്തെ പഠിച്ചു വെക്കണം, ആ ഒരു ദിവസം നോക്കിയിരിക്കേണ്ടെന്ന്. അതൊക്കെ ശരിയാ. അവർ പിള്ളേരെയും കൊണ്ടൊക്കെ എവിടെയെങ്കിലും പോവുകയൊക്കെ ചെയ്യുവാണെങ്കിൽ വന്നിട്ട് പിള്ളേർ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ ഇനിയിപ്പോൾ അവിടെ ചിക്കൻ ഞാൻ വറക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ചെറുപയർ തോരൻ വെക്കാമെന്ന് വെച്ച്, ഇച്ചിരി ജീരകമൊക്കെ ഇട്ട് ഞാൻ ചിന്തിച്ച് തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കാമെന്ന്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി ജീരകമൊക്കെ ഇട്ട് അതുകൂടെ ഒന്ന് എത്രയും പെട്ടെന്നൊന്ന് റെഡിയായ ഇത്തിരി ഞാൻ ഈ വീട്ടിലെ ജോലിയും ഈ ചിക്കൻ്റെ പരിപാടിയും കൂടെ ആയതുകൊണ്ട് എൻ്റെ അച്ചാറ് പരിപാടിയൊക്കെ ചെയ്ത് തീർന്നപ്പോൾ ഒരു സമയമായി. ഉച്ചയ്ക്കൊന്നും അങ്ങനെ ഞാനൊന്നും കഴിച്ചില്ല. ഇവർക്കല്ല എന്തൊക്കെയാണെങ്കിലും കറക്റ്റ് സമയത്ത് അപ്പച്ചന് ഞാനുള്ളത് കൊടുക്കാനുള്ളത് കൊടുക്കും. പിന്നെ പ്രൈസം സ്കൂളിൽ നിന്ന് വരുവാണെങ്കിൽ അവൻ്റെ കയ്യിൽ വരുന്ന ഉടനെ ഞാൻ മൊബൈൽ പാത്ത് വെക്കും. വന്ന് കൈയും കാര്യമൊക്കെ കഴുകി ഫ്രഷായി കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടേ ഞാൻ കൊടുക്കൂ. അല്ല എങ്കിൽ ആൾക്കന്നേരം വിശപ്പും ഇല്ല. എടാ വാടാ കഴിക്കാൻ വാന്ന് പറഞ്ഞാൽ അവൻ്റെ ഇഷ്ടമുള്ള ഇതാണെങ്കിലും പറയും, മമ്മി ഇപ്പോൾ വേണ്ട എനിക്ക്, പിന്നെ മതി വിശപ്പില്ലെന്ന് പറയും. അതേസമയം കൈ മൊബൈലില്ലെങ്കിൽ പറയും വിശക്കുന്ന എന്തോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു വരും. അന്നേരം ഈ വീഡിയോയുടെ കണ്ടിന്യൂസ് എനിക്ക് നാട്ടിൽ നിന്ന് വന്ന സാധനം, ഇന്ന് നാട്ടിൽ നിന്നൊരു പാഴ്സൽ വന്നായിരുന്നു, അത് ഞാൻ കാണിക്കുന്നുണ്ട്. രാവിലെ വന്നത്. അപ്പോൾ ഈ അച്ചാറ് പരിപാടിയൊക്കെ ആയതുകൊണ്ട് എനിക്കത് ഓപ്പൺ ചെയ്യാൻ സമയം കിട്ടിയില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ സാധനങ്ങൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അയക്കുവാണേലും, ഇതിപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്നല്ല DTDC നിന്ന് അയച്ചത്. പോസ്റ്റ് ഓഫീസിൽ ഇപ്പോൾ ഭയങ്കര റേറ്റാണ്. നേരത്തെ പോസ്റ്റ് ഓഫീസിലായിരുന്നു ഏറ്റവും റേറ്റ് കുറവ് DTDCയിൽ. നാട്ടിലാണെങ്കിൽ ബെൻസ് പറയുന്ന പ്രൊഫഷണൽ കൊറിയറിന് 200 രൂപ എങ്ങാണ്ടാ കിലോയ്ക്കെന്ന്. ഓരോ സ്ഥലത്തും ഓരോ. നമ്മുടെ ഇവിടെ മുംബൈയിലാണേലും ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങളുടെ മലാട് വരെ കൊണ്ടുപോകാനാണേലും അവരെടുക്കുന്ന 1 കിലോ ചാർജ് എടുക്കും. 80 മുതൽ 100 വരെ എടുക്കും. ഓരോ ഏരിയ വൈസാണ് ഈ ലോക്കൽ. അല്ലാതെ അങ്ങോട്ടാണെങ്കിൽ പിന്നെ ബോംബെയൊക്കെ ആകുമ്പോൾ അവർ ലോക്കലായിട്ട് എടുക്കത്തില്ല. അവർ നമ്മൾ ഇപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ ഫോൺ ചെയ്ത് നമ്മുടെ വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോവുക. അപ്പം സ്ഥിരം ഇവിടെ വരുന്ന ഒരാളാണ്. ആ പുള്ളി വരുവാണെങ്കിൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ല, നമുക്കറിയാം എത്ര രൂപ എടുക്കുന്നതെന്ന്. പക്ഷേ പുതിയ ആരെങ്കിലും വരുവാണെങ്കിൽ ചാർജ് അതിനേക്കാൾ കൂടിയതായിരിക്കും എടുക്കുന്നത്. പറയുന്നുണ്ട് അവർ പറയില്ല ഇതിൻ്റെ റേറ്റ് ഇത്ര എന്നും പറഞ്ഞ് നിൽക്കും. ഇപ്പോൾ സമയം കണ്ടോ, ഇപ്പോഴാണ് ഞാൻ ഉച്ചക്കത്തെ കഴിച്ചിട്ട് അടുക്കളയിൽ നിന്നും കയറിയത്. ഇച്ചിരി ഞാൻ പറഞ്ഞില്ല ചിക്കൻ അച്ചാർ ഇച്ചിരി ഇടാനുണ്ടായിരുന്നു, അതൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പം നാട്ടിൽ നിന്നും ബാക്കി ഞാൻ പിന്നെ പറയണേ. അന്നേരം നാട്ടിൽ നിന്ന് രാവിലെ പാഴ്സൽ വന്ന്, അത് സാധാരണ ഒരു പാഴ്സൽ കിട്ടിയാൽ ഞാൻ ഉടനെ എനിക്ക് തുറന്നിട്ട് അത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാമെങ്കിലും അത് തുറന്നിട്ട് എനിക്കൊരു സമാധാനം വരത്തുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ അച്ചാറിൻ്റെ പരിപാടി ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വയ്യാത്തില്ല. ഞാൻ സാധനം കിട്ടിയെന്ന് വിളിച്ച് നാട്ടിൽ മെസ്സേജ് കൊടുത്ത് തുറന്നതേ ഇല്ല. ഇന്നെ ഇപ്പോഴും ഞാൻ ക്ഷീണിച്ച് ഇങ്ങോട്ട് വന്ന് അച്ചാറൊക്കെ ഇട്ടിട്ട് ഒന്ന് നടു നോക്കണമെന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷേ ഇതെന്നെ നോക്കി എന്നെയൊന്ന് തുറക്കേന്നും പറഞ്ഞിരിക്കുക. അതിനേക്കാൾ ആകാംക്ഷയിൽ ഞാനിരിക്കുന്നു. ഒന്നുമില്ല, പുളി തക്കിയ, അല്ലാതെ ഒന്നുമില്ല. പിള്ളേർക്ക് കഴിക്കുന്ന സാധനം ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അതൊന്ന് തുറക്കട്ടെ. ഞാനേ ഉച്ചയ്ക്ക് എന്തോന്നാ കഴിച്ചത്, ഉച്ചയ്ക്കെന്ന് പറയല്ല, ഇപ്പം 4 മണി പഴങ്കഞ്ഞി.
വേറെ ചോറുണ്ടെന്ന് തോന്നില്ല. അപ്പം ഇച്ചിരി മീൻ കറിയും പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു. പിന്നെ പയറുതോരനും മോരും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. കാരണം പഴങ്കഞ്ഞി സാധാരണ കുടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇച്ചിരി തൈരും ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് അതിനുള്ള പേഷ്യൻസ് ഇല്ലായിരുന്നു. ഇച്ചിരി മീൻചാറ് മാത്രം മതി. എനിക്ക് ഇച്ചിരി കപ്പയും കിട്ടിയായിരുന്നു. ഇത്തിരി വെള്ളം ഒഴിച്ച് അങ്ങനെ കുടിച്ച് കാണിക്കാൻ കൊള്ളത്തില്ലായിരുന്നു. കാരണം കൂട്ടാനൊന്നും ഇല്ലാത്തതുകൊണ്ടേ. പക്ഷേ എനിക്കിത് മാത്രമാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ആ മീൻ ചട്ടിക്കകത്തിട്ട് ഇത്തിരി പഴങ്കഞ്ഞി കുടിച്ച് എവിടുന്ന് തുടങ്ങണമെന്നൊരു ഐഡിയ ആയി. എന്താ കണ്ടൊക്കെ ലീക്കായാന്ന് തോന്നുന്നു. എന്തുവന്ന് അയ്യോ എന്നിട്ടും കൊടുത്തു വിട്ടിട്ടുണ്ടെന്നുള്ളയാ കപ്പലണ്ടി. ഇതെന്തുവാന്ന് അറിയത്തില്ല എനിക്ക്. ഇറച്ചിക്കൂട്ടായിരിക്കാം. ഇതെന്തുവാന്നോ, ഞാൻ പറഞ്ഞായിരുന്നു ഒരു ദിവസം വിളിച്ചെണ്ണേ ഈ നമ്മുടെ തോട്ടുപുളി ഉണ്ടല്ലോ, തോട്ടുപുളിക്കറിയാ വെച്ചേന്ന്. അപ്പം ഞാൻ പറഞ്ഞു കൊതിയാവുന്നൊരു തോട്ടുപുളിക്കറിയെന്ന്. അന്നേരം ഇച്ചിരി ഉപ്പിൻ്റെ അകത്തിട്ട് എന്തുവന്നേലും ഒരു തോട്ടുപുളി കൊടുത്തു വിട്ടതാ. നല്ലതാണെങ്കിൽ ഉപയോഗിക്കാൻ പറഞ്ഞു. ഇത് ഇറച്ചി കൂട്ടാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു എനിക്കും അറിയത്തില്ല ഇത് കേട്ടോ. പൊട്ടിച്ചിട്ട് ഞാൻ പറയാം. എല്ലാം സർപ്രൈസ് ആയിരുന്നു. ഇതും കപ്പലണ്ടിയാണോ? ഞാൻ പിന്നെ ചക്കക്കുരു, ഇത് ഒരു പരീക്ഷണമാണ്. ഇച്ചിരി കപ്പയും പോട്ടെ ചക്ക ഉണങ്ങി തന്നത്. അത് പ്രത്യേക രീതിയിൽ ഉണങ്ങിയത്. അത് സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ചക്കക്കുരു വെയിലത്ത് വേണ്ടി വരും. ഇത് പിന്നെ നമ്മുടെ കൊടംപുളി ചക്കക്കുരു, ഇതും കൊടംപുളിയാണ്. നോക്കട്ടെ എന്തോന്ന്. ഞാനത് പൊട്ടിക്കാൻ എന്താണെന്ന് ഇപ്പം എനിക്കത് കിടക്കണം. പൊട്ടിച്ചാൽ പിന്നെ അത് എടുത്ത് വെക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ചിന്തിച്ച് പിന്നെ പൊട്ടിക്കാൻ നേരം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതെന്തോന്നേരം ഒന്ന് നോക്കട്ടെ എന്തോന്ന്. കാരണം വെയിറ്റ് ഇപ്പം ഇങ്ങനെ റേറ്റ് ആയതുകൊണ്ടേ ഇത്രയും തന്നെ 1300 ചില്ലാനും 13 കിലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പിള്ളേർക്ക് കഴിക്കാം. അവർ വാങ്ങിച്ചായിരുന്നു അലുവയും കേക്കും ഒക്കെ. ഞാൻ പറഞ്ഞു വേണ്ട, അലുവയ്ക്കൊക്കെ നല്ല വെയിറ്റ് അല്ലേ. 1 കിലോ അലുവായുടെക്കായി വിലയാവും ഇപ്പം നമ്മുടെ ഈ വെയിറ്റിംഗ് ചാർജ് കൂടെ ആകുമ്പോൾ. അപ്പോൾ ഇതെന്തുവാ ഇതൊരു സൈസ് ഇതാ. ഈ പിള്ളേർക്ക് ഇഷ്ടമുള്ള മിക്സ് തിന്നുന്ന ബേക്കറി ഐറ്റംസ് എല്ലാം മിക്സായിട്ടുള്ള. വാഴയിലക്കകത്തൊക്കെ കാന്താരി. നോക്കട്ടെ. ഇത്രയും കൊടുത്തു വിട്ടെ. പിന്നെ ചക്ക ചിപ്സ്. അപ്പോൾ കാന്താരി ഉണ്ടല്ലേ വലിയാരത്തി, അത് പേപ്പറിൽ പൊതിഞ്ഞായിരുന്നെങ്കിൽ അത്രയും വരത്തില്ലായിരുന്നു തോന്നുന്നു. ഇലയെ പൊതിഞ്ഞതുകൊണ്ട് അത് മൊത്തത്തിൽ പന്നലെ അഴുകി. 1-2 അതിനൊരു സ്മെല്ലും വന്നു.
പിന്നെ ഞാനത് വീട്ടിൽ വിളിച്ചോണ്ടേ പറഞ്ഞ് എന്നാൽ അത് അതുകൂടങ്ങ് ചെടിച്ചട്ടിക്കകത്തങ്ങനെ കൊണ്ടിട്ടേരെ കിളിക്കുന്നെങ്കിൽ കിളിക്കട്ടെന്ന്. അപ്പം ഞാൻ 3-4 കാന്താരി നല്ലതായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് അത് കഴുകി എടുത്തിട്ടും ആ വറ്റേൻ്റെയും കൂടെ കൂടിരുന്നത് കൊണ്ട് അതിൻ്റെ ഒരു സ്മെല്ലുണ്ടായിരുന്നു. പിന്നെ ഈ വൻപയറൊന്നും ഞാൻ പറഞ്ഞേ അല്ല, എനിക്കിഷ്ടമുള്ളത് ആണെന്നറിയാം അവർക്ക്, അതുകൊണ്ട് ഒരു പാക്കറ്റേലും ഇട്ടതാണ്. അപ്പോൾ അച്ചാറൊക്കെ ഞാൻ ഇട്ട് വെച്ചായിരുന്നല്ലേ. ഇപ്പോൾ അതൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം അർജൻറ്റ് ആയതുകൊണ്ട് എനിക്ക് ഇന്ന് വൈകിട്ട് തന്നെ പാക്ക് ചെയ്തിട്ട് നാളെ അയക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റും ഇടണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു. ഗുഡ് ബൈ.